ധനം മേരുതുല്യം, മേരുപർവ്വതത്തിന് സമമായി എന്റെ പണം കൂട്ടിയിടാൻ എന്റെ കയ്യിലുണ്ട്. ഇത് പട്ടണത്താർ എന്ന് പറയുന്ന ഒരു വലിയ ശിവഭക്തൻ ഉണ്ടായിരുന്നു. കാവേരി പൂമ്പട്ടണം എന്ന് പറയുന്ന ഒരു നഗരം ഇന്നുമുണ്ട് തമിഴ്നാട്ടില്. കാവേരി പൂമ്പട്ടണം. അവിടെ ജീവിച്ചിരുന്ന ഒരു വലിയ ധനികനായിരുന്നു പട്ടണത്താർ. ധനികനെന്ന് പറയുമ്പം ഇന്നത്തെ ടാറ്റയും ബിർളയൊന്നുമല്ല, ആരുമല്ല. ഈ പറയുന്ന ഒരുപക്ഷെ മൈക്രോസോഫ്റ്റിന്റെ ചെയർമാനായിരുന്ന ബിൽ ഗേറ്റ്സോ അവരാരും പട്ടണത്താരുടെ മുന്നിൽ ഒന്നും ആകില്ല. കാരണം അന്ന് ധനികൻ എന്ന പേര് വരണമെങ്കിൽ അങ്ങ് പറഞ്ഞിരുന്നത് നവകോടിക്ക് അധിപതിയാകണം. നവകോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 രത്നങ്ങളും നവരത്നങ്ങളും, ഓരോ രത്നങ്ങളും ഓരോ കോടി വീതം സൂക്ഷിക്കാൻ കഴിയുന്ന ധനികനെയാണ് നവകോടിക്ക് അധിപതി എന്ന് പറയുക. അങ്ങനെ നവകോടിക്ക് അധിപതിയായിരുന്ന പട്ടണത്താർ, അദ്ദേഹത്തിന്റെ കഥ വളരെ വലുതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. ഒരുപാട് നാള് ഒരുപാട് പൂജാധികാര്യങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് അവസാനം ഒരു മകനുണ്ടായി. ആ മകൻ വളർന്ന കഥ അങ്ങനെ ഒരുപാടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആ മകനാണ് ഒടുവില് ഈ സമ്പത്തൊന്നും അല്ല എന്ന് ആ പട്ടണത്താർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മകൻ അന്ന് ഇമ്പോർട്ടന്റ് എക്സ്പോർട്ട് നടത്തുന്ന ജോലിയായിരുന്നു ബിസിനസ് ആയിരുന്നു പട്ടണത്താരുടെ. മകനും അത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. മകൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഒരുപാട് സ്പൈസസ് ഒക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക്, അന്നൊക്കെ ഈ പടക്കെന്ന് പറയും, ഈ കാറ്റിൽ കൊണ്ടുപോകുന്ന കപ്പലാണ് ഉണ്ടായത്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് സഞ്ചരിച്ചിരുന്നതാണ്. അതിന് സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ചാണകവരളി, ഉണങ്ങിയ ചാണകവരളി കപ്പൽ നിറച്ചു. എന്നിട്ടാണ് തിരിച്ചു വന്നത്. അതൊരു വലിയ കഥയാണ്, ഞാനത് വിശദമാക്കുന്നില്ല. ഇപ്പൊ വരുന്ന വഴിക്ക് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടെയൊക്കെ അന്വേഷിച്ചു എന്താണ് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അവർ പറഞ്ഞു, ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശൈത്യം തുടങ്ങും, മഴ തുടങ്ങും, കാറ്റ് തുടങ്ങും, ഭയങ്കര തണുപ്പായിരിക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹം ചാണകവരളി ഏറ്റവും വില കുറഞ്ഞ സാധനമാണ്, ആർക്കും വേണ്ടാത്ത സാധനമാണ് ചാണകവരളി. അത് വാങ്ങി കപ്പൽ നിറച്ച് തിരിച്ചു കൊണ്ടുവന്നു. വരുന്ന വഴി മറ്റ് കപ്പലുകളിലൊക്കെ വളരെ വില കൂടിയ രത്നങ്ങളും സ്വർണവും അതുപോലെ മറ്റു പല സാധനങ്ങളും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കപ്പലിൽ ഇതൊന്നുമില്ല, ചാണകവരളി മാത്രമേ ഉള്ളൂ. അന്ന് കടൽ കൊള്ളക്കാരുടെ ശല്യമൊക്കെ ഭയങ്കരമാണ്. അപ്പം നല്ല കാറ്റ്, മഴ, തണുപ്പ്. പട്ടണത്താരുടെ മകൻ എന്താ ചെയ്തതെന്നാലേ ഈ ചാണകവരളി കുറച്ച് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് സുഖമായിട്ട് ഇതിൽ കിടന്നുറങ്ങി. കാരണം തൻ്റെ ചാണകവരളി ഒരു കൊള്ളക്കാരും എടുത്തുകൊണ്ട് പോയില്ല, പേടിക്കാനില്ല. അതിൽ കിടന്നുറങ്ങി. അപ്പൊ മറ്റ് കപ്പലുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടെ കുറച്ച് താ. അപ്പൊ പറഞ്ഞു, അത് വെറുതെ തരാൻ പറ്റില്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാ. അല്ല, അതിന് പൈസ തരാം. പൈസ വേണ്ട, പിന്നെ സമാസമം വരണം. സമാസമം എന്ന് പറഞ്ഞാൽ എന്റെ കപ്പലിൽ നിന്ന് എന്ത് സാധനം ഞാൻ നിനക്ക് തരുന്നുവോ അത്രയും സാധനം നിന്റെ കപ്പലിൽ എന്താണോ ഉള്ളത് അതെനിക്ക് തരണം. ഇപ്പൊ തണുപ്പാണല്ലോ പ്രശ്നം. അവിടെ എന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ വില കൂടിയത് ചാണകവരളി വിലയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്ര സമ്പാദിച്ചാലും ഇതൊന്നുമല്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഈ പണമോ സ്വത്തോ ഒന്നും ഒരു രീതിയിൽ ഉപകരിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. അത് തിരിച്ച് അവർ ഈ തണുപ്പ് സഹിക്കാതെ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ കപ്പലുകാരും ചാണകവരളി വാങ്ങിയതോടുകൂടി കപ്പൽ കാലിയായി. അത് കൂട്ടത്തോടെ പോകുള്ളൂ കപ്പല്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. കപ്പൽ കാലിയായി. പട്ടണത്തിൽ മകൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എന്തായാലും നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴേ ഈ കപ്പൽ വരുമ്പോൾ കപ്പലിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് കാളവണ്ടികൾ ഇങ്ങനെ പോകും. ഇപ്പോ ഇതിനിടയിൽ ആദ്യം വന്ന കപ്പലുകാരോ പട്ടണക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഒരു മണ്ടനാണ്, അവനവിടെ പോയി ചാണകവരളി വാങ്ങിക്കൊണ്ടാണ് വന്നത് എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനമൊക്കെ കിട്ടിയ വിലയ്ക്ക് കളഞ്ഞു. അവൻ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. ചെന്നത് ആദ്യമേ തന്നെ എല്ലാ സാധനവും വിറ്റു. എന്നിട്ട് അവൻ ആ നാട് ഒഴുക്കാൻ കളഞ്ഞുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട പട്ടണക്കാർക്ക് വളരെ ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ഈ പയ്യൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു, അമ്മയും വഴക്ക് പറഞ്ഞു, ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ഈ വഴക്കെല്ലാം കേട്ടിട്ട് അവസാനം മകൻ മുറിക്കകത്തേക്ക് പോയി.
കുറച്ച് കഴിഞ്ഞപ്പോൾ കാളവണ്ടികൾ നിറച്ച് സാധനങ്ങൾ വരികയാണ്. ഇതെന്താ? ഇതൊക്കെ നിങ്ങളുടെ മകൻ്റെതാണ്. അതെങ്ങനെ? അവൻ ചാണകവരളിയല്ലേ വാങ്ങി? ആ ചാണകവരളിയൊക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു, അപ്പൊ സമാസമം കൊടുക്കണം, അതുകൊണ്ട് തന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് മകന്റെ ബുദ്ധി മനസ്സിലാകുന്നത്. അങ്ങനെ അച്ഛൻ ഉത്സാഹത്തോടു കൂടി ചെന്ന് മുറിയിൽ കൂട്ടിയിട്ട് ആരും തുറക്കുന്നില്ല. കഥക് തള്ളി തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു പെട്ടി, നമ്മളൊക്കെ ഈ ചെറിയ ഒരു പെട്ടി ഇരിപ്പുണ്ട്. അതിനോട് ചേർന്ന് ഓലയിൽ ഒരു തുണ്ടിങ്ങനെ ഒരു ചെറിയ ഓലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാതറ്റ ഊശുകൂടി വാരാത് കടശി വരെ. കാതറ്റ ഊശുകൂടെ വാരാത് കടശി വരെ. ഈ പെട്ടിക്ക് തുറന്നു നോക്കിയപ്പോൾ കാണാം, ഈ ദ്വാരമില്ലാത്ത കുഴ ഒടിഞ്ഞു പോയ ഒരു സ്വർണത്തിന്റെ സൂചി അതിൽ വെച്ചിട്ടുണ്ട്. ആളിനെ കാണാനില്ല. മുറിക്കകത്ത് ആൾ അപ്രത്യക്ഷമായി. ഓലയിൽ എഴുതിയിരിക്കുന്ന ഇതാണ്, കാതറ്റ ഊശുകൂടെ വാരാത് കടശി വരെ. പട്ടണത്താർ ആ നിമിഷം വീട് വിട്ടിറങ്ങിപ്പോയി. ഇത് കഴിഞ്ഞത് എവിടേക്കോ ചുറ്റി കഴിഞ്ഞ് സന്യാസമൊക്കെ വാങ്ങി നാട്ടിൽ വന്നു. എന്നിട്ട് ഒരു വലിയ അമ്പലത്തിൽ താമസിക്കുകയാണ്. ആകെ ഒരു വലിയ മുണ്ട് രണ്ടായിട്ട് മുറിച്ച് ഒരു മുണ്ട് ഉടുത്തിട്ടിട്ട് ഒരു മുണ്ട് പതച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല കയ്യിൽ. എന്നിട്ട് ഓരോ ദിവസവും ഭിക്ഷ എടുക്കുക. അങ്ങനെ ബന്ധുക്കൾക്കൊക്കെ വലിയ വിഷമമായി. കാരണം നവകോടിക്ക് അധിപതിയായ പട്ടണക്കാർന്ന് വീടാന്തരം ഭിക്ഷ എടുക്കുകയാണ്. സ്വത്തൊക്കെ അവിടെ തന്നെ ഉണ്ട്, ആരും എടുത്തോണ്ട് പോയിട്ടില്ല. പട്ടണക്കാർ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവസാനം ബന്ധുക്കളെ കൂടെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അങ്ങ് പറയണം സന്യാസിയായിട്ട് അദ്ദേഹം വീട്ടിൽ താമസിക്കട്ടെ, നിങ്ങൾക്കൊന്നും വിരോധമില്ല. പക്ഷെ നവകോടിക്ക് അധിപതിയായ ഈ പട്ടണത്താർ വീടാന്തരം ഭിക്ഷയെടുക്കുന്നത് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് അങ്ങ് പറയണം എന്ന് പറഞ്ഞു. രാജാവ് സമ്മതിച്ചു. ഒരു ദിവസം വൈകിട്ട് പട്ടണത്താരെ കാണാനായിട്ട് രാജാവ് വരികയാണ്. ഒരു വലിയ സ്വർണ്ണത്താമ്പാളം നിറച്ച് ഫ്രൂട്ട്സും സ്വർണ്ണ നാണയങ്ങളും ഒക്കെ വെച്ച് വഴിയമ്പലത്തിലേക്കാണ് രാജാവ് വരുന്നത് പട്ടണത്താരെ കാണാൻ. അവിടെ വന്നിട്ട് രാജാവ് ഇതെല്ലാം കൊണ്ടുവന്ന് കാൽക്കൽ വെച്ചു, തൊഴുകയോടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ അങ്ങ് ബന്ധുക്കളൊക്കെ വന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു, അങ്ങ് വീട്ടിലേക്ക് മാറണം. അപ്പോ പട്ടണത്താർ പറഞ്ഞു ഒരേ മറുപടി ഇതാണ്, அப்போது நான் நிற்கிறேன் நீ இருக்கிறேன், இப்போது நான் இருக்கிறேன் நீ நிற்கிறேன். ഇത്രയേ ഉള്ളൂ മറുപടി, വേറൊന്നുമില്ല. அப்போது நான் நிற்கிறேன் நீ இருக்கிறேன், இப்போது நான் இருக்கிறேன் നീ നിൽக்கிறேൻ. ഞാൻ നവകോടിക്ക് അധിപതിയായിരുന്നപ്പോഴും നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ, എനിക്കിരിക്കാൻ അനുവാദമില്ല. നവകോടി കയ്യിലുണ്ട്, 9 നവരത്നങ്ങൾ 9 കോടി കയ്യിലുണ്ട്. പക്ഷെ രാജാവിന്റെ മുമ്പിൽ ഇരിക്കാൻ അർഹതയില്ല. അതുകൊണ്ടാ പറഞ്ഞത്, അപ്പോത് നീ ഇരിக்கிறേ ഞാൻ നിൽக்கிறേ, ഇപ്പോത് ഇപ്പൊ എന്റെ കയ്യിൽ ഇട്ടുള്ള ഒന്നുമില്ല, യാതൊന്നുമില്ല. വഴിയമ്പലത്തിലാണ് ഉറക്കം. അങ്ങനെ ഒരു വലിയ തുണിക്കഷ്ണം 2 മുറിച്ചില്ല, ഒന്ന് ഉടുത്തിട്ടുണ്ട്, ഒന്ന് പൊതച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാജാവ് എന്റെ മുന്നില് പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. അവിടെയാണ് സർവസംഘ പരിത്യാഗികളുടെ മഹത്വം, മഹാത്മ്യം. വിവേകാനന്ദ സ്വാമിയുടെ മനസ്സിൽ ഒരു തിരമാല തന്നെ ഉണ്ടായി എന്നാ പറയുന്നത്. സന്യാസം വേണോ, പ്രവൃത്തി മാർഗം വേണോ, നിവർത്തി മാർഗം വേണോ? എത്ര പേരും പ്രശസ്തി ഉണ്ടാകട്ടെ, പക്ഷേ ഭാരതീയ ദർശനത്തിൽ സർവസംഘ പരിത്യാഗി എന്ന് പറയുന്ന അവർക്ക് കിട്ടുന്നതായ ആ ബഹുമതി അത് മറ്റൊരാൾക്കില്ല. കാരണം അവർക്ക് മാത്രമേ ഭവസാഗര താരണ കാരണഹേ, ഈ ഭവസാഗരത്തെ താണ്ടി സാധാരണ മനുഷ്യനെ മോക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ പറയുന്നില്ലേ, ധനം മേരുതുല്യം. എന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് പർവ്വത തുല്യമുണ്ട്, മേരുപർവ്വതത്തിന് സമമാണ്. അത്രയും കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത്രയും പണം വരുന്നു. അത് മാത്രമല്ല, കളത്രം ധനം പുത്ര പൗത്രാദി സർവം ഗൃഹം ബാന്ധവ സർവമേത
സർവമേതദ്വിജാതം. കളത്രം, ധനം, പുത്ര, പൗത്രാദി സർവം, ഭാര്യ, മറ്റ് എല്ലാ സുഖസൗകര്യങ്ങളും, ബന്ധുക്കളും, എൻ്റെ കുട്ടികളൊക്കെ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. മനശ്ചേന്ന ലഗ്നം ഗുരോരന്ത്രിപത്നേ മനശ്ചേന്ന ലഗ്നം തതക്കിം 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 തതക്കിം. ആ ഗുരുവിന്റെ പാദപത്തങ്ങൾ സ്മരിക്കാതിരുന്നു പോയാൽ പിന്നെ എൻ്റെ ജീവിതം വൃഥാവിലായിരുന്നു. തതക്കിം 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 തതക്കിം. പിന്നെ ഞാൻ എന്ത് ചെയ്യും? വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാര വൃത്തേഷു മത്തൊന്ന ചാന്യ. വിദേശേഷു മാന്യ, വിദേശത്ത് എന്നോട് ഭയങ്കര ബഹുമാനമാണ്. ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയാൽ വലിയ ബഹുമാനമാണ്. വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ. എൻ്റെ നാട്ടിലാണെങ്കിലോ എന്നെ പോലെ വലിയ പുണ്യവാൻ, എന്നെ പോലെ ഇത്രയും ധർമ്മ പുരുഷൻ ഒരാളില്ല. വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യ സദാചാര വൃത്തേഷു മത്തോ ന ചാന്യ. നാട്ടുകാരപ്പോ സമൂഹത്തിന്, നാട്ടിൽ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ മത്തോ ന ചാന്യ. എനിക്കപ്പുറത്തേക്ക് ഇനി ആരുമില്ല. അത്ര കണ്ട് ഞാൻ ഒരു പുണ്യവാനാണ്. പക്ഷേ ഗുരോരംഗ്രിപത്നേ മനശ്ചേന്ന ലഗ്നം. ആ ഗുരുവിന്റെ ഈ ഭവസാഗരത്തിൽ നിന്ന് എന്നെ ഒന്ന് കടത്തിവിടാൻ എനിക്ക് മാർഗം കാണിച്ചു തരുന്ന എൻ്റെ ഗുരുവിനെ സ്മരിക്കാതെ പോയാൽ, ആ ഗുരുവിന്റെ അനുഗ്രഹമില്ല എങ്കിൽ തതക്കിം 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 തതക്കിം. കുലശേഖരായവാർ പറയും, നാഹം വന്ദേ തവ ചരണയോർ ദ്വന്ദ്വമദ്വന്ദ്വഹേതു കുംഭീഭാഗം ഗുരുമവിഹരേ നാരകം നാപമേതും. നാഹം വന്ദേ തവ ചരണയോർ ദ്വന്ദ്വമദ്വന്ദ്വഹേതോ. ഭഗവാനോട് പറയാണ്, ഞാൻ നിന്നെ നമസ്കരിക്കില്ല. നാഹം വന്ദേ, ഞാൻ നിന്നെ നമസ്കരിക്കില്ല. തവ ചരണയോർ ദ്വന്ദ്വം അദ്വന്ദ്വഹേതോഹോ. അദ്വന്ദ്വമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന, അദ്വിതീയമായിരിക്കുന്ന, പരമമായ സത്യം ആയിരിക്കുന്ന നിന്റെ ആ പാദപത്മങ്ങളിൽ ഞാൻ നമസ്കരിക്കില്ല. എന്തിനു വേണ്ടിയിട്ട്? കുംഭീപാകം, എനിക്ക് വയറ് നിറച്ച് നല്ല അടപ്രഥമനൊക്കെ ചേർത്ത് 108 കറിയുള്ള സദ്യ ഉണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ നമസ്കരിക്കില്ല. നാഹം വന്ദേ തവ ചരണയോർ ദ്വന്ദ്വം അദ്വന്ദ്വഹേതോ കുംഭീപാകം. എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഗുരുമഭിഹരേ നാരകം നാപനേതും. ഗുരുമഭിഹരേ നാരകം നാപനേതും. ഞാൻ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഗുരുവിന്റെ അനുഗ്രഹം തേടി പോവേണ്ട ഒരു ഗതികേടുണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്നെ നമസ്കരിക്കുന്ന എനിക്കതൊന്നും താല്പര്യമൊന്നുമില്ല. ഗുരുമഭിഹരേ നാരകം നാപനേതും. രമ്യാരാമാമൃതനുലതാ നന്ദനേ നാവിരന്തും. രമ്യാരാമ, വളരെ മനോഹരമായ വലിയ പാലഷ്യൽ ബിൽഡിംഗ്, നല്ല തോട്ടം, നല്ല പൂന്തോട്ടം അതിന് ചുറ്റും. സർവദാ AC, ഇന്നത്തെ എയർ കണ്ടീഷൻ ആണല്ലോ, നാച്ചുറലായിട്ടുള്ള എയർ കണ്ടീഷനൊക്കെ ഉള്ള വലിയ ഒരു മണിമാളിക. അങ്ങനെ ഭൗതികമായ എല്ലാ സമ്പത്തും എനിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ നിന്നെ നമസ്കരിക്കുന്നതെന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. രമ്യാരാമാമൃതനലതാ നന്ദനെ നാദിരന്തും. ഹൃദയഭവനെ, എൻ്റെ മനസ്സിന്റെ ഉള്ളില് ഹൃദയഭവനെ. ഭാവേ 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 അയം ഭവന്തം. ഭാവേ ഭാവേ, ഞാൻ എപ്പോഴൊക്കെയാണോ നിന്നെ ചിന്തിക്കുന്നത്, ഓർക്കുന്നത്, അപ്പോഴൊക്കെ എൻ്റെ ഹൃദയമാകുന്ന നിന്റെ ഭവനത്തിൽ എനിക്ക് നിന്നെ വ്യക്തമായി കാണണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ നമസ്കരിക്കുന്നത് എന്ന് കുലശേഖരാൽമാർ പറയും. അത് മാത്രമല്ല, കുലശേഖര അതേ മുകുന്ദമാലയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മജ്ജന്മനബലമിതം മധുകൈടഭാരേ മത്പ്രാർത്ഥനീയമതനുഗ്രഹയേഷയേവ
ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതിമാം സ്മരലോകനാഥ മജ്ജന്മന ഫലമിതം മധുകൈടഭാരേ. അല്ലയോ ഭഗവാനെ, എനിക്ക് ഈ ജന്മത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിതാണ്. മജ്ജന്മന ഫലമിതം, ഈ ജീവിതം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിത് മാത്രമാണ്. മത്പ്രാർത്ഥനീയ, എന്റെ പ്രാർത്ഥന അത് ഇത് മാത്രമേ ഉള്ളൂ. മതനുഗ്രഹ, ഞാൻ ആഗ്രഹിക്കുന്ന, അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏഷയേവ, ഇത് തന്നെ വേണമെന്നാ പറയാം. മതനുഗ്രഹ ഏഷയേവ ത്വത്ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതിമാ സ്മരലോകനാഥ. അങ്ങയുടെ ഒരു ദാസനായി, ഇനി ഞാനതിന് യോഗ്യനല്ലെങ്കിലോ ആ ദാസന്റെ ദാസനായി, അതിന് യോഗ്യനല്ലെങ്കിൽ ആ ദാസന്റെ ദാസനായി, അങ്ങനെ ഒരു 5-6 ദാസന്മാരെ എത്രയോ തലമുറയ്ക്ക് ഞാനിങ്ങനെ താഴേക്ക് വരാം, എത്രയോ സ്ഥാനങ്ങളിൽ താഴേക്ക് വരാം. അവസാനം ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എനിക്കും കൂടി എപ്പോഴെങ്കിലും നീ ഒന്ന് എപ്പോഴെങ്കിലും എന്നെ സ്മരിച്ച എന്നെപ്പറ്റി നിനക്ക് ഓർമ്മ വന്നാൽ ആ സ്ഥാനത്ത് എന്നെ ഒന്ന് കാണണം എന്ന്. ഇതാണ് പൗരസ്ത്യരുടെ, ഭാരതീയരുടെ സംസ്കൃതി. ഭൗതികമായ വളർച്ചയല്ല, അത് സാധാരണ മനുഷ്യർക്കാണ്. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് ഈ പുരുഷന്മാർ 2-3 തരമുണ്ട്. സാധാരണ ബദ്ധമനുഷ്യൻ, ബദ്ധപുരുഷൻ, സിദ്ധപുരുഷൻ, മുക്തപുരുഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ അവതാര പുരുഷൻ ഒന്നുകൂടിയുണ്ട്. പക്ഷെ നമ്മൾ സിദ്ധപുരുഷനെ കിട്ടിയാൽ മതി, നമുക്ക് മുക്തപുരുഷനെ ആവശ്യമില്ല, അല്ലേ? സിദ്ധിയുള്ളവരെ കിട്ടിയാൽ മതി നമുക്ക്. അവരാണ് നമുക്ക് ഭഗവാൻ, അവരാണ് എല്ലാം. അവർ ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തരികയും ചെയ്യും, അതിൽ അതിശയമൊന്നുമില്ല. സിദ്ധി ഉണ്ടായി എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ സാധിച്ചു തരാൻ കഴിയുന്ന ആധ്യാത്മികമായി ഉയർന്ന ഒരുപാട് ജീവാത്മാക്കളുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരോട് പോയി ചോദിച്ചാൽ അവർ തരികയും ചെയ്യും. പക്ഷേ ആർക്ക് പിന്നെ വരുന്ന ഒരു മുക്തപുരുഷനുണ്ട്. മുക്തപുരുഷൻ ഒരിക്കലും സിദ്ധിയിൽ നിൽക്കില്ല. മുക്തപുരുഷൻ മുക്തിയിലേക്ക് തന്നെ പോകും. ശ്രീരാമകൃഷ്ണൻ പറയില്ലേ, ഒരു വലിയ പൂന്തോട്ടം ഉണ്ട്, 4 വർഷം മതിൽ കെട്ടിയിരിക്കുകയാണ്, 14 അടി പൊക്കത്തിലാണ് മതിൽ. സാധാരണ മനുഷ്യരൊക്കെ 6 അടി പൊക്കേ ഉള്ളൂ, ഇതിന് 12 അടിയല്ല 14 അടി പൊക്കമുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ഒരാൾ പറയാണ്, നല്ല മനോഹരമായ ഒരു തോട്ടമുണ്ട്, എല്ലാവരും വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഇത് കാണൂ എന്ന് പറഞ്ഞ് വിളിച്ചു. ഒരുപാട് ആളുകൾ അതിന്റെ മുകളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ചുരുക്കം ചിലർക്കൊക്കെ അത് കയറി പറ്റി. അവരാ ഭിത്തിയിൽ പിടിച്ചിങ്ങനെ എത്തി നോക്കിക്കഴിഞ്ഞാൽ തോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ആഹാ എന്നൊരു ശബ്ദം മാത്രം വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അവരതിനകത്തേക്ക് അങ്ങ് വീണുപോയി. ഇവരാണ് മുക്തപുരുഷൻ. ഈ മതിലിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇത് ആസ്വദിക്കുകയും ഇവിടെ ഇങ്ങനെ ഒരു തോട്ടമുണ്ട്, നിങ്ങൾ വരൂ, ഞാൻ സഹായിക്കാം എന്ന് പറയുന്നവർ അവതാര പുരുഷൻ. പക്ഷേ ഈ 2 പേരുടെയും സ്ഥാനത്തേക്ക് സിദ്ധപുരുഷരെത്തുകയില്ല. കാരണം ശ്രീരാമകൃഷ്ണൻ തന്നെ പറയും, കുട നിറഞ്ഞ് തുളുമ്പുന്ന വെള്ളം വേണം എടുക്കാൻ. കുട നിറയുന്നതിന് മുമ്പ് വെള്ളം എടുത്തുകൊണ്ടിരുന്നാൽ കുടത്തിലെ വെള്ളം വറ്റിപ്പോകും. അപ്പൊ സിദ്ധപുരുഷൻ എപ്പോഴും ഭൗതികമായ എന്താഗ്രഹവും സാധിച്ചു തരും. പക്ഷേ മുക്തിയിലേക്ക് നയിക്കണമെങ്കിൽ അതിന് അവതാര പുരുഷർ മാത്രമേ സാധിക്കുള്ളൂ. അവിടെയാണ് ഗുരുവിന്റെ സ്ഥാനം നമുക്ക് വേണ്ടത്, ഗുരുവിന്റെ ആവശ്യകത നമുക്കുണ്ടാകേണ്ടത്. അത് അതൊരു എന്താ പറയാ, പ്രത്യേകിച്ചൊരു ഇതിനു വേണ്ടിയിട്ട് പറയാനില്ലെങ്കിലും രാമകൃഷ്ണ മിഷനിലെ ഞാൻ ഒരിക്കലെ ഹർഷാനന്ദ സ്വാമിജിയോട് ചോദിക്കേണ്ടായി, ഒരു സമാധിയായി കഴിഞ്ഞാൽ, ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ സംശയങ്ങൾ ആരുടെ മുമ്പിൽ നമുക്ക് നിവർത്തി വരുത്താൻ പറ്റും? അപ്പൊ സ്വാമിജി പറഞ്ഞത്, ഗുരു നമ്മളുടെ അനുഭവത്തിൽ പലപ്പോഴും വന്ന് നമ്മളെ വഴി കാട്ടും. പക്ഷെ നമ്മുടെ സംഘത്തില്, രാമകൃഷ്ണ മിഷനിൽ സംഘത്തിന്റെ പ്രസിഡന്റ് എപ്പോഴും നമ്മുടെ ഗുരുവായി ഉണ്ടാകും. കാരണം നമുക്ക് മന്ത്രദീക്ഷ തരുന്നതും ആ മന്ത്രവും ഒക്കെ
ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ തന്നെയാണ്. അപ്പോൾ ആ ഭഗവാന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് സംഘത്തിൻ്റെ പ്രസിഡന്റ്, സംഘഗുരു. അപ്പം അതുകൊണ്ട് സംഘഗുരു ആരായിരിക്കുമോ ആ ഗുരു തന്നെയായിരിക്കും നമ്മളുടെ ഗുരുസ്ഥാനം. അങ്ങനെ എന്താ പറയുക, ഒരു സൗകര്യം അതുകൂടി നമുക്ക് സംഘത്തിൽ രാമകൃഷ്ണ മിഷനുള്ളത് അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. അതായത് എന്തൊക്കെയോ ചിലത് പറഞ്ഞിട്ടുണ്ട്, അത് ഗുരുവിനെ പറ്റിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഗ്രഹ പ്രഭാഷണമാണെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനൊരു അവസരം എനിക്കിവിടെ തന്നതിന് പൂജനീയ നിർവ്വഹനാനന്ദ സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗുരുപൂർണിമ ദിനത്തിൽ ഒരല്പം ദൈവിക ചിന്ത ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായതിൽ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഗുരുപൂർണിമ ദിനം സന്തോഷവും ഒപ്പം എല്ലാവരുടെയും ആധ്യാത്മിക ഉന്നതിക്ക് ഒരു കാരണവുമായി തീരട്ടെ എന്ന് ഞാൻ സർവേശ്വര പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.